ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗുണ്ടകളെല്ലാം നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടപ്പോൾ ഭാഗ്യശ്രീക്ക് പതുക്കെ പ്രതീക്ഷ തോന്നി തുടങ്ങി. ഭാഗ്യശ്രീ മെല്ലെ പുറത്തിറങ്ങി നോക്കി. ആരും ഉണർന്നിട്ടില്ല. ഭാഗ്യത്തിന് വാതിൽ പൂട്ടിയിട്ടുമില്ല. ശേഷം അവൾ പതുക്കെ ബല്ലാവിന്റെ അടുത്തെത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഏട്ടാ, ഇതാണ് സമയം. എല്ലാവരും നല്ല ഉറക്കമാണ്. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ വീൽ ചെയറിലിരുന്ന ബല്ലാമിനെ അവൾ കഷ്ടപ്പെട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് അവര് പുറത്തേക്ക് നീങ്ങി. പക്ഷെ പുറത്തെത്താൻ തുടങ്ങിയതും അപ്രതീക്ഷിതമായി ബല്ലാമന്റെ കാലൊരു പൂച്ചട്ടിയിൽ തട്ടി. പെടയെന്നുള്ള ആ ശബ്ദം കേട്ട് ഗുണ്ടകൾ ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് രക്ഷപ്പെടാൻ നോക്കുന്ന ഭാഗ്യശ്രീയും ബലരാമനെയുമാണ്. അവർ ഓടി വന്ന് രണ്ടുപേരെയും തടഞ്ഞു. ഭാഗ്യശ്രീ ആണെങ്കിൽ പേടിച്ച് അവരുടെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം, ഞങ്ങളെ ഒന്ന് വിട്ടയക്കാൻ. പക്ഷേ ക്രൂരന്മാരായ ഗുണ്ടകൾ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. അവർ ഭാഗ്യശ്രീയും ബലരാമനെയും ബലമായി പിടിച്ചു വലിച്ച് തിരിച്ചിട്ട് അകത്തേക്ക് തന്നെ കൊണ്ടുപോയി. രക്ഷപ്പെടാനുള്ള അവരുടെ ആ ശ്രമവും പാഴായി പോയെന്ന് വേണം പറയാൻ. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിവാസൻ മനോജിനോട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കൺമണി ശ്രീനിയുടെ അടുത്തേക്ക് എന്നപ്പോൾ കൺമണിയോട് ശ്രീനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനോജിന് ഇപ്പോൾ വളരെ ടെൻഷനാണെന്നും അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ മരുന്നൊന്നും കഴിക്കാതെ എന്റെ ആരോഗ്യം കളയുമോ എന്ന് ഓർത്തിട്ടാ. എന്തായാലും അവൻ ലീവിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. 2 ദിവസത്തിനകം ലീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അവൻ വന്നിട്ട് വേണം നമുക്ക് സ്വർണ്ണം എല്ലാം എടുക്കാൻ. ഇത് കേൾക്കുന്ന കൺമണി പറയുന്നുണ്ട് ശ്രീനിയോട്, കൃഷ് സാറിനും വീട്ടുകാർക്കും നമ്മുടെ അവസ്ഥയൊക്കെ അറിയാം, അതുകൊണ്ട് കല്യാണമൊക്കെ ലളിതമായിട്ട് മതി. എങ്കിലും ശ്രീനി പറയും, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നിന്റെ കയ്യിലും കഴുത്തിലും അത്യാവശ്യം സ്വർണ്ണമിട്ട് ഇറങ്ങുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അതിലിത്തിരി ബുദ്ധിമുട്ടിയാലും സാരമില്ല. അപ്പോഴേക്കും അമ്മായി അവിടേക്ക് വരുന്നുണ്ട്. കല്യാണക്കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും മനോജ് ഉടനെ തന്നെ എത്തുമെന്നും സുലോചന അറിയുന്നതും സുലോചന പിന്നെ കൺമണിക്ക് കുറച്ച് പണം കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൺമണിക്ക് എന്തിനാണ് പണം തന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്തിനാന്ന് ചോദിക്കുമ്പോൾ സുലോചന പറഞ്ഞു കൊടുക്കുകയാണ്, ഭാമേച്ചി ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് പൈസ അയച്ചായിരുന്നു. ശാന്തേച്ചിയും കുറച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ശാന്തേച്ചി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പണം ഏൽപ്പിക്കാന്നാ കരുതിയത്. പക്ഷെ ശാന്തേച്ചി എത്താൻ വൈകുമല്ലോ, അതുകൊണ്ടാണ് പണം ഞാൻ നിനക്ക് ഇപ്പം തന്നതെന്ന് പറയുകയാണ് സുലോചന. കൺമണി എപ്പോഴും ചോദിക്കുകയാണ്, എന്തിനാ എനിക്ക് പൈസയൊക്കെ തന്നത്? അപ്പൊ സുലോചന ശ്രീനിയെ നോക്കി പറയുകയാണ്, ഇവളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് ഞങ്ങൾ 3 പേരും കൂടെ എടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അതിനുള്ള പണം ശേഖരിച്ചു വെച്ചിരുന്നതാ. അതുകൊണ്ട് കൺമണി, നീ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്നാൽ കൺമണി പറയുന്നത് തനിക്കിപ്പോ പണമൊന്നും വേണ്ടെന്നാണ്. മാത്രമല്ല ശാന്തേച്ചിയൊക്കെ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടില്ല. ഇംഗ്ലണ്ടിലാണെന്ന് പറയുമെങ്കിലും ബാമാമായിയുടെ അവസ്ഥയും അതുപോലൊക്കെ തന്നെയാ. നമ്മളൊക്കെ ഏതാണ്ട് ഒരേ വള്ളത്തിലാ ഉള്ളത്. അമ്മായി ഇതെനിക്ക് സന്തോഷത്തോടെയാണ് തരുന്നതെന്നറിയാം. പക്ഷെ ഇത് അമ്മായിയുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. തരാനുള്ള സ്നേഹം കാണിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്. എന്തെങ്കിലും ഒരു ആവശ്യം എനിക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്പം വാങ്ങിച്ചോളാം. കൺമണി പണം വാങ്ങാത്ത കാണുമ്പോ സുലോചനയ്ക്ക് സങ്കടാവുന്നുണ്ട്. നീ വാങ്ങിക്കണ്ട, നിനക്ക് ഞാൻ ഇനി പണം തരികയില്ല. സ്വന്തം മോളായിട്ടാണ് ഞാൻ കൺമണിയെ കണ്ടത്. ഇവൾക്ക് വേണ്ടി ഞങ്ങളിത് സ്വരുക്കൂട്ടി മാറ്റി വച്ചിരുന്നതുവാ. ഇവൾക്കിത് കൊടുക്കുമ്പോൾ ഇവളത് സന്തോഷത്തോടെ വാങ്ങിക്കും. ഇവള് കരയും, എനിക്ക് ഉമ്മ തരും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. ഇത് പക്ഷെ ചെറിയൊരു തുകയാ, അത് ഞങ്ങൾക്കറിയാം. 10 ദിവസം കഴിയുമ്പോൾ ഇവള് വലിയ കോടീശ്വരിയാകും. ഈ പൈസ പിന്നെ കടുകുമണി കണക്കിലേ ഉണ്ടാവും. അതായിരിക്കും ഇവൾക്ക് ഇതിനൊരു വിലയില്ലാത്തത്, ഇവൾക്കിത് വേണ്ടാതായത്. ഇങ്ങനെയെല്ലാം വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മായി പോകുന്നതും കൺമണി അമ്മായിയെ വിളിക്കുകയാണ്. വീണ്ടും ട്രെയിനിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അമ്മായിയെ. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുക, അമ്മായിക്ക് എന്നെ അറിയില്ലേ? പുച്ഛിച്ചിട്ടും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാത്തതെന്നാണോ അമ്മായി ചിന്തിച്ചത്? അമ്മായി സ്വന്തം അമ്മയായിട്ട് കാണുന്നതുകൊണ്ടാ. അപ്പൊ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും എടുക്കാലോ. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം, വേണമെങ്കിൽ വേണമെന്ന് പറയാം. ആ ഒരു അവകാശം വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അമ്മായി എന്നെ തെറ്റിദ്ധരിച്ചു. പിന്നെന്താ എന്നോട് പറഞ്ഞത്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരിയാകുമെന്നല്ലേ? എത്ര ദിവസം കഴിഞ്ഞാലും ശരി, ഞാൻ എന്നും നിങ്ങളുടെ കൺമണി മാത്രമായിരിക്കും. കൺമണി അത്രയും പറഞ്ഞതും സുലോചന കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് കൺമണി സുലോചനയ്ക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പണം വാങ്ങാമെന്ന് തന്നെ പറയും. എന്റെ കയ്യിൽ തന്നേക്കാൻ പറയും. ശരിയാ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അമ്മായിയുടെ ഹൃദയം നൊന്തെങ്കിൽ ഞാൻ സോറി പറയുക. കൺമണി പിന്നെ സുലോചനയുടെ കയ്യിൽ നിന്ന് പണം തരാൻ തന്നെ പറഞ്ഞ് കൈ നീട്ടും. ചിരിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞപ്പോ സുലോചനയും പിന്നെ ഹാപ്പിയാകുന്നു. ചിരിച്ചുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച പോലെ തന്നെ കൺമണിക്ക് ആ പണം നൽകുകയാണ് സുലോചന. മാത്രമല്ല കവിളത്തൊരു ഉമ്മയും കൊടുക്കുന്നു. സുലോചന കൊടുത്ത പണം കൺമണി പിന്നെ ശ്രീനിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് കൺമണി, അങ്ങനെ വസ്ത്രങ്ങൾക്കുള്ള പണം കിട്ടി, ഇനി ആഭരണം. അതും ആരെങ്കിലും സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ പറഞ്ഞത് കേട്ട് ശ്രീനിയും സുലോചനയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ധനലക്ഷ്മി കൺമണിന്ന് വിളിച്ചോണ്ട് വരുന്നത്. ഇതൊക്കെ കൺമണിക്കാണെന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് ധനലക്ഷ്മിയുടെ വരവ്. സ്വർണ്ണപ്പെട്ടികളെല്ലാം തുറന്നു വെച്ച് കാണിക്കുന്നുമുണ്ട്. കൺമണി അതൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത്രയും സ്വർണ്ണമൊക്കെ ഏട്ടത്തിക്ക് എവിടെന്ന്? അപ്പൊ ധനലക്ഷ്മി പറയും, ഇതൊക്കെ നിനക്കാടി. ഇവള് ചെന്ന് കയറുന്നതേ കൃഷ് സാറിന്റെ വീട്ടിലേക്ക്. വലിയ പണച്ചാക്കുകളായിരിക്കും അവരുടെ ബന്ധുക്കളൊക്കെ. കല്യാണ ദിവസം
ദിവസം പെണ്ണിന്റെ മുഖത്തല്ല, കഴുത്തിലേക്കും കയ്യിലേക്കും ഒക്കെ ആയിരിക്കും നോക്കുന്നത്, സ്വർണ്ണം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കും തലയുയർത്തി നിൽക്കണ്ടേ? ഇത് കേൾക്കുന്ന ശ്രീനിയും ധനലക്ഷ്മിയോട് പറയുന്നത് മനോജും കൂടെ വരട്ടെ, എന്നിട്ട് ഇതൊക്കെ മതിയെന്നാണ്. ധനലക്ഷ്മിക്ക് ആ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മോൻ സമ്മതിച്ചാലേ വാങ്ങുമെന്നാണോ? അതായത് എനിക്കിവിടെ ബന്ധമോ അവകാശമോ ഒന്നും ഇല്ലേ? കൺമണിയുടെ മര്യാദയ്ക്ക് ഇതൊക്കെ അകത്തേക്ക് എടുത്തു വെക്കാൻ പറയുകയാണ് ധനലക്ഷ്മി. സുലോചനയ്ക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു, കൺമണിയോട് കാണിക്കുന്ന ഈ സ്നേഹം എല്ലാം വെറും അഭിനയമാണോ എന്ന്. അതുകൊണ്ട് തന്നെ സുലോചന സ്വർണത്തിനെ പറ്റി ചോദിക്കുകയാണ്. ഈ സ്വർണ്ണം എല്ലാം നിനക്ക് പണയം വെക്കാൻ വേണ്ടി ആരെങ്കിലും തന്നതാണോ? എന്റെ അമ്മായി, ഞാൻ പണയ പരിപാടിയൊക്കെ നിർത്തി. ഇത് എന്റെയും കൂടെ ആഭരണങ്ങളാ. നിങ്ങളുടെന്നൊക്കെ ഞാൻ കൊള്ളപ്പലിശ വാങ്ങിച്ചിട്ടില്ലേ? അതൊക്കെ ഞാൻ ഈ രീതിയിൽ അങ്ങ് തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ധനലക്ഷ്മിയുടെ ഈ മറുപടി കേട്ട് ധനലക്ഷ്മിക്ക് വട്ടായി പോയോന്ന് വരെ ഈ അവസരത്തിൽ ചിന്തിച്ചു പോകുന്നുണ്ട് സുലോചന. എന്തായാലും ധനലക്ഷ്മി ശ്രീനിയോട് പറയും, ഈ സ്വർണ്ണം എല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലോക്കറിൽ വെക്കാം, കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ധനലക്ഷ്മി കൂടെ ഇത്രയും സ്നേഹം കാണിക്കുന്നത് കാണുമ്പോൾ ശ്രീനിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. ശ്രീനി പറയുകയാണ്, ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി സന്തോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വർണം കിട്ടിയതല്ല, അത് മോള് തന്നതിലാണ് എനിക്ക് സന്തോഷം കൂടിയത്. അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനലക്ഷ്മിയും. തുടർന്ന് കൺമണിയോട് തനിക്ക് ഒരു ഉമ്മ തരാൻ ആവശ്യപ്പെടുമ്പോ കൺമണി സോറി പറയും, ഞാൻ ഈ അമ്പരപ്പിനിടയിൽ അത് തരാൻ വിട്ടുപോയതാ ഏട്ടത്തി. പിന്നീട് ധനലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കൺമണി. ധനലക്ഷ്മിക്ക് സന്തോഷമാവുന്നു. ധനലക്ഷ്മി പോയി കഴിഞ്ഞ് കയ്യും മെയ്യും മറന്ന് എല്ലാവരും സഹായിക്കാൻ കൂടെ നിൽക്കുന്നത് ഒരു സന്തോഷം തന്നെയാണെന്ന് പറയുകയാണ് സുലോചന ശ്രീനിയോട്. ഈ അവസരത്തിൽ കൺമണിക്ക് ഒരു ഫോൺ കോൾ വരികയും കൺമണി ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് സ്വന്തം റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. കൺമണിയെ വിളിക്കുന്നത് കൃഷാണ്. കൺമണി സന്തോഷത്തോടെ കോൾ എടുത്തിട്ട് ഹലോ സാർ എന്ന് പറയുന്നതും കൃഷി ചോദിക്കുകയാണ്, അവിടെ എന്താ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു? സംസാരമൊക്കെ ഞാൻ കേട്ടല്ലോ. കൺമണി പറയും, അല്ല, നടക്കാൻ പോകുന്ന ആഘോഷത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. കല്യാണം വരികയാണല്ലോ, അപ്പൊ സ്വർണം എടുക്കണം, തുണി എടുക്കണം, അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു ആലോചനയിലായിരുന്നു. ചെറുക്കൻ വീട്ടുകാർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ, രാവിലെ കയ്യും വീശി കല്യാണ മണ്ഡപത്തിലേക്ക് വന്നാൽ മതിയല്ലോ. ഇത് കേൾക്കുന്ന കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെലവ് മുഴുവൻ ഇപ്പൊ ചെക്കൻ വീട്ടുകാർക്കാണെന്ന്. എന്നിട്ട് പറയും, അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കൺമണിക്ക് അത് ഫീൽ ചെയ്യുമോ? എന്താന്ന് ചോദിക്കുന്ന കൺമണിയോട്, അത് പിന്നെ കൺമണിയുടെ അച്ഛന്റെ അടുത്തും ഏട്ടന്റെ അടുത്തും ഒക്കെ ആവശ്യത്തിന് കാശുണ്ടാവുമോ? കല്യാണ ചെലവുകൾക്ക് പണം ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി ഇല്ലെങ്കിൽ തന്നെ കടം എടുക്കുകയോ ലോൺ വാങ്ങുകയോ ചെയ്യരുത്. ഞാൻ കുറച്ച് ക്യാഷ് അയക്കാം മനോജേട്ടന്റെ അക്കൗണ്ടിലേക്ക്, അത് ഒരു അഭിമാനക്കുറവായിട്ട് കാണുകയോ ചെയ്യരുതെന്നെല്ലാം കൃഷി പറഞ്ഞതും കൺമണി തിരിച്ച് കൃഷ്ണനോട് പറയുന്നത് ഇങ്ങനെയാണ്, സാർ എപ്പോഴും പറയാറുള്ളത് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ സാർ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ദുരഭിമാനമൊന്നുമില്ല, എന്നെ കൊച്ചാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് വേണ്ട സാർ, ഞങ്ങളുടെ കയ്യിലുള്ളത് പോലെ അങ്ങ് നടത്താം സാർ. ആർഭാടമൊന്നും കാണില്ല, അച്ഛനും ഏട്ടനും ഒക്കെ അതാണ് സന്തോഷം, അത് മതി. പിന്നീട് കൃഷി അതിന് സമ്മതിക്കുന്നുണ്ട്. ശരി, എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാകും. ഇതിനെക്കുറിച്ച് തന്നെയാണ് അച്ഛൻ ചാനൽ ഇന്റർവ്യൂവിലും പറഞ്ഞത്, നിന്നെ മരുമകളായി കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണെന്ന്. പ്രോഗ്രാമിനെ കുറിച്ച് കൃഷി പറഞ്ഞതും കൺമണി തന്റെ ടെൻഷനൊക്കെ കൃഷ്ണനോട് പറയുകയാണ്. സത്യം പറഞ്ഞ ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം ഞാൻ എന്തായാലും നാട് വിടും. എന്നെക്കുറിച്ച് സാഗർ സാറും മാഡവും കൃപയൊക്കെ പറഞ്ഞത് നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയും തോന്നുന്നുണ്ട്. എനിക്ക് എപ്പോ ഒരു സന്തോഷം വരുന്നോ അതിന്റെ പുറകെ ഒരു കുഴപ്പവും സംഭവിക്കും. എന്റെ ജാതകം അങ്ങനെ. എന്നാൽ കൃഷി കൺമണിക്ക് പറഞ്ഞു കൊടുക്കും, അതൊക്കെ മുൻപ്. കൺമണിയുടെ ജീവിതത്തിലെ, അല്ല, നമ്മുടെ ജീവിതത്തിലെ കുഴപ്പക്കാരി ആ മാനസയായിരുന്നു. അവളിപ്പോ ജയിലിലായില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഒരു പേടിയും വേണ്ട. ഇനി പേടി വന്നാലും അത് മാറ്റാനുള്ള ആള് കൂടെ തന്നെ ഉണ്ടല്ലോ, ഈ ഞാൻ. കൃഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കൺമണിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കൺമണിയും പറയുന്നുണ്ട്, സത്യമാണ്, സാറ് കൂടെ ഉള്ളപ്പോ എനിക്ക് ഒരു പേടിയില്ല, ഒരു മാനസികം എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് മറ്റെല്ലാം മറന്ന് കൺമണിയും കൃഷ്ണൻ ഫോണിലൂടെ വീണ്ടും തങ്ങളുടെ ലോകത്ത് ഒന്നായി. ചിരിയും തമാശകളും നിറഞ്ഞ അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. അതിനുശേഷം ജില്ലാ കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഹേമയും ജയമോഹനും മാനസയെ കാണാൻ വേണ്ടിയിട്ട്. ജില്ലാ കോടതിയുടെ വരാന്തയിലിരുന്ന് ഹേമ കരഞ്ഞുകൊണ്ട് ജയമോഹനോട് പറയുകയാണ്, എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ, മോളെ ജയിലിലും കോടതിയിലും ഒക്കെ കാണേണ്ടി വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഇതൊക്കെ കേട്ട് ഹേമയോട് സമാധാനിക്കാനാണ് ജയമോഹൻ പറയുന്നത്. ഇനി വൈകാതെ തന്നെ അവൾക്ക് ജാമ്യം കിട്ടും. അങ്ങനെ അധികം വൈകാതെ തന്നെ പോലീസുകാർ മാനസയെ ജയിലിൽ നിന്നും ജില്ലാ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പോലീസിനോടൊപ്പം നടന്നു നീങ്ങുന്ന മാനസയെ നെഞ്ചുരുകുന്ന വേദനയോടെയാണ് ഹേമയും ജയമോഹനും നോക്കി നിന്നത്. പോകുന്ന വഴിയിലെല്ലാം വേദന അഭിനയിച്ചുകൊണ്ട് ഹേമയെ തന്നെ തിരിഞ്ഞു നോക്കിയാണ് മാനസ നടന്നു നീങ്ങിയത്. അവൾ കൺമുന്നിൽ നിന്നും മറഞ്ഞതും അടക്കാനാവാത്ത സങ്കടത്തോടെ ഹേമ ജയമോഹന്റെ തോളിലേക്ക് ചാഞ്ഞു. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ജയമോഹൻ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹേമ വിതുമ്പുമ്പോ ഹേമയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ജയമോഹനെങ്കിലും ഹേമ വാശി പിടിക്കുകയാണ് ജയമോഹനോട്, എനിക്ക് എന്റെ മോളെ വേണം, ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഇവർ ജയിലിൽ കൊണ്ടിടട്ടെ. ഏതായാലും ഹേമയുടെ ഈ സങ്കടം കണ്ട് നിൽക്കാനാവാതെ ജയമോഹൻ ആശ്വസിപ്പിക്കുകയാണ് ഹേമയെ. തളർന്നുപോയ ഹേമയെ താങ്ങി പിടിച്ചുകൊണ്ട് അയാൾ സാവധാനം അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി
ചെയറിലിരുത്തുകയാണ്. നീ ഇങ്ങനെ കരയല്ല ഹേമ, അവള് തെറ്റ് ചെയ്തിട്ടല്ലേ എന്ന് ജയമോഹൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും ഹേമയുടെ നിയന്ത്രണം വിട്ടു. കെട്ടിക്കോളാമെന്ന് വാക്കുകൊടുത്ത് നിശ്ചയവും കഴിഞ്ഞ് നിൽക്കുമ്പോഴല്ലേ കൃഷ് വേറൊരു പെണ്ണിന്റെ പുറകെ പോയത്, ആ കൺമണിയുടെ പുറകെ. നമ്മുടെ മോളായതുകൊണ്ട് അവൾ ഇത് മാത്രം ചെയ്തു. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ അവരെ രണ്ടുപേരെയും അവൾ കുത്തിക്കൊന്നേനെ. ഹേമയുടെ വാക്കുകൾ കേട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ എന്ന് ജയമോഹൻ പറയുന്നുണ്ടെങ്കിലും ഹേമ ചോദിക്കുകയാണ്, അന്ന് തീരുമാനിച്ചത് എന്താ? മാനസയ്ക്ക് വേണ്ടി പകരം ചോദിക്കണമെന്ന് അല്ലേ? അന്ന് അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്തതാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലേക്കാണ് പോയത്. എന്തായാലും നീ മോളെ കണ്ടില്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹേമയെ കൊണ്ടുപോകാൻ തുടങ്ങുന്ന ജയമോഹനോട് എനിക്കെന്റെ മോളെ ഒന്നുകൂടെ കാണണം, എനിക്ക് അവളെ കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിക്കണം, ഇല്ലാതെ ഞാൻ വരില്ലെന്ന് കടുംപിടുത്തം പിടിക്കുകയാണ് ഹേമ. ജയമോഹനും കാണില്ലേ അവളെ ചേർത്ത് പിടിച്ചൊന്ന് നിർത്താൻ ആഗ്രഹം, മോളെന്ന് വിളിച്ചൊന്ന് ധൈര്യം കൊടുക്കാൻ. അത് കേട്ട് ജയമോഹനും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ കോടതി മുറിയിൽ നിന്നും വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് മാനസയെ പോലീസ്. പോലീസ് ജീപ്പിനടുത്തേക്ക് നീങ്ങുമ്പോഴും ദൂരെ തളർന്നു നിൽക്കുന്ന ജയമോഹനെയും ഹേമയും കണ്ടിട്ട് ഇതുവരെ പോയില്ലേ എന്നും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ അഭിനയം ഇവിടെ തുടരണം, പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് മനസ്സിലാവാത്തതെന്നൊക്കെ മാനസ സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്. ഏതായാലും പോലീസുകാർ മാനസയെ ജീപ്പിലേക്ക് ബലമായി കയറ്റാൻ ശ്രമിക്കവേ ഹേമയുടെ നിയന്ത്രണം പാടെ വിട്ടുപോയി. മാനസയെ മോളെന്ന് ദയനീയമായിട്ട് വിളിക്കുകയാണ് ഹേമ. അത് കേൾക്കുന്ന മാനസയാകട്ടെ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്ന് ചെന്നോട്ടെ, എന്റെ അച്ഛനും അമ്മയുമാണ് അതെന്ന്. പക്ഷേ പോലീസുകാർ സമ്മതിക്കുന്നില്ല. അവര് മാനസയെ ബലമായി ജീപ്പിലേക്ക് തള്ളിക്കയറ്റാൻ തന്നെ ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി സകല കരുത്തുമെടുത്ത് പോലീസുകാരെ തട്ടിമാറ്റി മാനസ ഹേമയുടെയും ജയമോഹന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഹേമയുടെയും ജയമോഹന്റെയും കൈകളിൽ തൂങ്ങി മാനസ അലമറയിട്ടുകൊണ്ട് കരയുകയാണ്, അച്ഛ, അമ്മ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ജയമോഹനും ഹേമയ്ക്കും കൂടുതൽ സങ്കടമാവുകയാണ്. പക്ഷെ ആ നിമിഷം അധികം നീണ്ടു നിന്നില്ല. പോലീസുകാർ മാനസയെ ബലമായി പിടിച്ചു മാറ്റി ജീപ്പിലേക്ക് തൂക്കിയെടുത്തു. അങ്ങനെ മാനസയുടെ അഭിനയം ലക്ഷ്യം കണ്ടിരുന്നു. മകളുടെ ദയനീയാവസ്ഥ കണ്ട് ഹേമയുടെ മനസ്സിലെ സങ്കടം പിന്നീട് പകയായിട്ട് മാറി. കണ്ണീര് തുടച്ചുകൊണ്ട് ഹേമ പറയുകയാണ്, എന്റെ മോളെ ഈ ഗതിയിലാക്കിയവരോട് ഞാൻ പകരം ചോദിക്കും. കൺമണി അവളുണ്ടല്ലോ, അവള് ജയിച്ചു എന്ന് കരുതണ്ട, ഇനി അവളാണ് കരയാൻ പോകുന്നതെന്ന്. അതിനുശേഷം കാണിക്കുന്നത് സാഗറിനെ ഒരു ഗുഡ് ന്യൂസ് വന്ന് അറിയിക്കുകയാണ് ദേവ്ജി. വേൾഡ് കനേഡിയൻ ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുന്നതും വാവ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് സാഗറും. അവിടെ നിന്നൊരു ഓർഡർ കിട്ടുക എന്ന് പറയുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നെന്നും ഇപ്പൊ അത് സംഭവിച്ചു എന്നും സാഗർ സന്തോഷത്തോടെ അറിയിക്കുമ്പോൾ ദേവ്ജി അവരുടെ നിബന്ധനകളൊക്കെ സാഗറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർക്ക് വേണ്ടത്. ഫസ്റ്റ് ഡിസൈൻ തന്നെ അവരെ നന്നായിട്ട് ഇംപ്രസ് ചെയ്യുന്നതാവണം. നമുക്ക് ഈ ഡിസൈൻ ആരെ ഏൽപ്പിക്കാമെന്ന് ദേവ്ജി പറയുന്നതും അങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയാണ്, അതെന്തിനാ ദേവ്ജി ഒരു ആലോചന? എന്നാൽ ദേവ്ജി പറയും, കൺമണിക്ക് കല്യാണ തിരക്കുകളല്ലേ, അതിനിടയിൽ നമ്മൾ കൺമണിയെ ബുദ്ധിമുട്ടിക്കണോ? ഏതായാലും കൺമണിയെ പറ്റി സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ കൺമണി അവിടേക്ക് വരുന്നുണ്ട്. കൺമണി അടുത്തിരുത്തി ദേവ്ജി ചോദിക്കുകയാണ്, കൺമണിക്ക് ഇപ്പൊ ഡിസൈനാണോ അതോ കല്യാണമാണോ പ്രധാനമെന്ന്. എന്നാൽ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് കൺമണി ആകെ അമ്പരന്ന് പോവുകയാണ്. അത് കാണുന്ന സാഗർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫാഷൻ ലോകത്തെ പ്രമുഖ കമ്പനിയിൽ നിന്നും ഇപ്പൊ ഒരു ഓർഡർ വന്നിട്ടുണ്ടെന്നും ആരെക്കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിക്കേണ്ടതെന്നൊരു ചർച്ച വന്നു. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും കൺമണി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ കല്യാണത്തിരക്കില് വരയ്ക്കാൻ കൺമണിയെ കൊണ്ട് പ്രായോഗികമായി പറ്റുമോന്ന് ഞങ്ങൾക്കൊരു സംശയം വന്നു. അല്ലാതെ കല്യാണം മാറ്റിവെച്ച് ഡിസൈൻ വരയ്ക്കാനൊന്നും പറഞ്ഞതല്ല. കൺമണി ദേവ്ജിക്കും സാഗറിനും കൊടുക്കുന്ന മറുപടി, ഡിസൈൻ ഒരിക്കലും എന്റെ ജോലിയല്ല, എന്റെ ജീവനാണ്, ജീവിതമാണ് എന്നാണ്.